ഇത് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടിനടുത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉടമസ്ഥതയിലുള്ള വെട്ടുവേനി കരിമ്പാലി കോയിക്കൽ കൊട്ടാരം. മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ് ഈ കൊട്ടാരം പണി കഴിപ്പിച്ചത് എന്ന് പറയപ്പെടുന്നു. കൊട്ടാരവും ഇതിന് ചുറ്റുമായി 1 ഏക്കറോളം സ്ഥലം ഉണ്ട്. കൊട്ടാരത്തിനുള്ളിൽ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ തേവാരമൂർത്തിയായ മണ്ണടി ഭഗവതിയുടെ ക്ഷേത്രവും നിലകൊള്ളുന്നു. ഇന്ന് ഈ കരിമ്പാലി കൊട്ടാരം ജീർണാവസ്ഥയിലാണ്. മേൽക്കൂര പൂർണ്ണമായും തകർന്ന് കഴുക്കോലുകൾ ഇളകിയും കട്ടിളയും കഥകളും എല്ലാം തന്നെ ജീർണാവസ്ഥയിലുമാണ്. കഴുക്കോലിൽ നിന്നും ഓടുകൾ ഇളകി നിലത്ത് കിടപ്പുണ്ട്. കൊട്ടാരത്തിന് മുന്നിൽ ഒരു വലിയ ആൽമരം വളർന്ന് കൊട്ടാരത്തിന് മുകളിലേക്ക് കിടക്കുന്നു. ചോർന്നൊലിച്ച് ഭിത്തികളെല്ലാം തന്നെ നശിച്ചുകൊണ്ടിരിക്കുന്നു. കൊട്ടാരത്തിന് ചുറ്റും കാട് മൂടി കിടക്കുകയാണ്. വലിയ മരങ്ങളും വള്ളിപ്പടർപ്പുകളും നിറഞ്ഞു കിടക്കുന്നതിനാൽ ചില പഴയ പ്രേത സിനിമകളെയാണ് നമുക്ക് ഓർമ്മ വരുന്നത്. ഹരിപ്പാട് റെയിൽവേ സ്റ്റേഷന് തൊട്ട് സമീപത്ത് തന്നെയാണ് ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. കാട് പിടിച്ചു കിടക്കുന്നതിനാൽ നായ്ക്കൂട്ടങ്ങളുടെ വിഹാര രംഗമായി മാറിയിരിക്കുകയാണ് ഈ കരിമ്പാലി കൊട്ടാരം. കേട്ടിട്ടുള്ളത് ചരിത്രപ്രധാനമായ ഒരു സംഭവം മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ അദ്ദേഹം പണി കഴിപ്പിച്ച കൊട്ടാരമായിട്ടാണ്. അദ്ദേഹം ഒഴിവുകാല സമയമൊന്നല്ല, ഇത് എട്ടുവീട്ടപ്പിള്ളമാരെ ഭയന്നിട്ട് അദ്ദേഹം പല സ്ഥലങ്ങളിലും ഇതുപോലെ ക്ഷേത്ര നിർമ്മാണം ഈ കൊട്ടാര നിർമ്മാണം നടത്തിയിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു കൊട്ടാരമാണ് ശ്രീ കരിമ്പാൽ കോയിക്കൽ എന്നറിയപ്പെടുന്നത്. ഇവിടെ തേവാരമൂർത്തിയെ അദ്ദേഹം പ്രതിഷ്ഠിച്ചുകൊണ്ടായിരുന്നു. ഉടവാള് അതുപോലെയുള്ള എല്ലാ സംഗതികളും ഇവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പം കാലഹരണപ്പെട്ടു പോയി. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഇത് ഇടയ്ക്ക് മഹാരാജാവ് ഓർഫണേജിന് വേണ്ടി കൊടുത്തതായിട്ട് അറിയാം. അത് കഴിഞ്ഞിട്ട് വെയർ ഹൗസിംഗ് കോർപ്പറേഷന് നിത്യപൂജ അന്ന് മുതലേ നടന്നു വന്നിരുന്നു. ഒരു ശാന്തി, ഒരു കഴകം എല്ലാം കൃത്യമായിട്ട് നടന്നു വരുന്ന ഒരു ക്ഷേത്രം. പടിത്തരം നിശ്ചയിച്ച് ക്ഷേത്ര ആചാരങ്ങളെല്ലാം അന്ന് മുതലേ നടന്നു പോന്നിരുന്ന ഒരു ക്ഷേത്രമാണ്. പിന്നെ ബാക്ക് ഞങ്ങൾ പണ്ടത്തെ കാലത്ത് ഞങ്ങൾ ക്ഷേത്രത്തിൽ ചെറപ്പ് മഹോത്സവം നടത്തി വന്നിരുന്നു, ഉത്സവം നടത്തി വന്നിരുന്നു. എൻ്റെയൊക്കെ ചിറ്റപ്പൻ്റെ കാലത്താണ് ഈ ഉത്സവം നടന്നു വന്നിരുന്നത്. അത് ഒറ്റ ദിവസം മാത്രം. എൻ്റെ അച്ഛനൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത്, അത് ഞാൻ കണ്ടിട്ടില്ല, അത് പറഞ്ഞിരിക്കുന്നത് ഇവിടെ നമ്മുടെ ഉണ്ണി ഈമാരെന്ന് പറഞ്ഞൊരു സ്ഥലം, അതായത് തീയാട്ടം എന്ന് പറയുന്ന ഒരു സംഭവം, അത് നടന്നിരുന്ന ക്ഷേത്രമാണ്. ഭദ്രകാളി രൂപം വരച്ച തീയാട്ടം നടന്നിരുന്ന ക്ഷേത്രമാണ്. അതിന് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയാം. എന്നെക്കാട്ടിൽ ഇച്ചിരി മുന്നെണ്ണം. എനിക്കിപ്പോൾ 62 വയസ്സുണ്ട്. എനിക്ക് അത്ര കൃത്യമായിട്ട് ഓർമ്മ വരുന്നില്ല. പക്ഷേ തീയാട്ടം നടന്നിരുന്ന ക്ഷേത്രമാണ്. അച്ഛൻ എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ കുടുംബം ഇപ്പം തൊട്ടിപ്പുറത്ത് KCG ഷെഡിൻ്റെ അവിടെ താമസിക്കുന്നുണ്ട്. അവർ ഇത് ചെയ്യുന്നില്ല. അവർ കോട്ടയത്ത് അവരുടെ ആൾക്കാരല്ല, ഇപ്പോൾ കോട്ടയത്താണ്. ഞങ്ങൾ കഴിഞ്ഞ ഒരു ഉത്സവ സംബന്ധമായിട്ട് ബന്ധപ്പെട്ട് തീയാട്ടം നടത്തണമെന്ന് ആഗ്രഹിച്ച് പല ആൾക്കാരെയും പോയി സമീപിക്കുകയൊക്കെ ചെയ്തു. ചിലവുള്ള ഒരു സംഭവമാണ്.
അങ്ങനെ ഇരിക്കുന്നു. ഇപ്പോൾ ഉപദേശക സമിതിയുടെ സെക്രട്ടറി ടീച്ചറാണ്, ഉഷസ് ടീച്ചർ എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുറ്റത്താണ് നമ്മളിവിടെ നിൽക്കുന്നത്, ക്ഷേത്രത്തിൻ്റെ തൊട്ട് പരിസരത്ത്. ക്ഷേത്രം ജീർണാവസ്ഥയിലത് ചൂണ്ടിക്കാട്ടിയിട്ട് വർഷങ്ങളായിട്ട് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നതാണ്. പക്ഷേ ദേവസ്വം ബോർഡ് കൃത്യമായിട്ട് ഇതിന് വേണ്ട നടപടികളൊന്നും എടുക്കുന്നില്ല. ഇവിടെ വളരെ കുറച്ച് ഫാമിലികൾ മാത്രമേ ഉള്ളൂ, എല്ലാ ഓഫീസുകളും ബാക്കിയുള്ള ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. പിന്നെ അങ്ങനെയുള്ളവരെയൊക്കെ ഞങ്ങൾ ഈ അടുത്ത സമയത്ത് പോയി കണ്ടു. അപ്പോൾ അവർ താല്പര്യം പ്രകടിപ്പിച്ചു. ചെറുതായിട്ടൊരു മെയിൻ്റനൻസ് എങ്കിലും നടത്താൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും കൂടെ തീവ്രമായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ദേവസ്വം ബോർഡ് മെമ്പറെ കണ്ടു. സാർ അദ്ദേഹം വളരെ നല്ല സമീപനം നടത്തി. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഞങ്ങളോട് പറയുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ടുള്ള പൈസകൾ അദ്ദേഹം സാങ്ഷൻ ചെയ്തു തരാമെന്ന് ഉറപ്പ് തന്നു. പിന്നെ ക്ഷേത്രത്തിൻ്റെ അകത്ത് നിൽക്കുന്ന മരങ്ങൾ മാത്രം മതി ഈ ക്ഷേത്രത്തിൻ്റെ ഇപ്പം ജീർണിച്ച് കിടക്കുന്ന സാധനത്തിന് മെയിൻ്റനൻസ് ചെയ്ത് കൊണ്ടുവരാൻ. അതൊക്കെ ചെയ്തു തരാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഈ കാര്യം. വിവാഹം കഴിഞ്ഞ് കരിമ്പാലി കൊട്ടാരത്തിൽ തൊട്ട് സമീപമുള്ള മാധവ മന്ദിരം വീട്ടിൽ എത്തിയിട്ട് ഇപ്പോൾ 36 വർഷമായി. ഞാൻ വരുന്ന സമയം മുതൽ ക്ഷേത്രം വളരെ ഐശ്വര്യത്തോടു കൂടി നാടിൻ്റെ ദേവതയായിട്ട്, ഞങ്ങളുടെ എല്ലാവരുടെയും ഇഷ്ടദൈവമായിട്ട് നിത്യപൂജയോടുകൂടി അത്യുത്സാഹത്തോടുകൂടി ഞങ്ങൾക്കെല്ലാം ദർശനത്തിന് അവസരം ഒരുക്കിക്കൊണ്ടുള്ളൊരു ക്ഷേത്രമാണ്. അപ്പോൾ ക്ഷേത്രത്തെക്കുറിച്ച് ഒരുപാട് ഐതിഹ്യങ്ങളൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ചരിത്രരേഖകളിലൊക്കെ സ്ഥാനമുള്ള അമ്മയാണ്. അങ്ങനെയുള്ള ക്ഷേത്രത്തിൽ ശരിക്കും പറഞ്ഞാൽ ഈ മണ്ഡല മകരവിളക്ക് കാലങ്ങളിലെല്ലാം മകരവിളക്ക് വരെയും ചിറപ്പുത്സവം നടന്നുകൊണ്ടിരുന്നു. ഒരു ദിവസം പോലും ചിറപ്പിന് മുടക്കം വന്നിട്ടില്ല. നാട്ടുകാരെല്ലാം അതിൽ പങ്കാളികളാകുമായിരുന്നു. അതുപോലെ കർക്കിടക മാസം വരുമ്പോഴേക്ക് രാമായണ പാരായണം, അഷ്ടദ്രവ്യ ഗണപതി ഹോമം, ഇതിലൊക്കെ നാട്ടുകാരെല്ലാം സജീവമായിട്ട് പങ്കാളികളാകുകയും ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ അതുപോലെ തന്നെ കന്യസദ്യ പോലുള്ള വഴിപാടുകൾ ഭക്തജനങ്ങൾ നടത്തിയിരുന്നു. അത് ഭക്തജന കൂട്ടായ്മയിലാണ് അത്തരം കാര്യങ്ങളൊക്കെ നടന്നിരുന്നത്. അങ്ങനെയുള്ള ക്ഷേത്രത്തിന് ഇപ്പോൾ ഉണ്ടായ ഈ പരിതാപകരമായ അവസ്ഥയെന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും വിഷമം ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ കുറച്ച് നാൾ ക്ഷേത്രം കുറച്ച് നാളായിട്ട് കാട് പിടിച്ച് കിടക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നേക്കുന്നു. അപ്പോൾ കാട് പിടിച്ച് കിടക്കുന്നതുകൊണ്ട് തന്നെ നായ്ക്കളുടെയും മറ്റും ശല്യം കൊണ്ട് ഭക്തജനങ്ങൾക്ക് പഴയതുപോലെ വരാനും പോകാനുമുള്ള സൗകര്യങ്ങൾ ഇല്ലാതായി. സഞ്ചാരത്തിനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും വന്നു. പിന്നെ ക്ഷേത്രത്തിൻ്റെ അകമെന്ന് പറയുമ്പോഴേക്ക് അതിൻ്റെ മേൽക്കൂരയൊക്കെ തകർന്ന നിലയിലാണ്. മഴക്കാലം വന്നു കഴിഞ്ഞാൽ ക്ഷേത്രത്തിനകത്തൊക്കെ വെള്ളം വീണിട്ട് വഴുക്കുന്ന അവസ്ഥയിലെത്തിയേക്കുവാണ്. അപ്പോൾ ഭക്തജനങ്ങൾക്ക് അതിനകത്തേക്ക് കയറാൻ പറ്റാത്തൊരു അവസ്ഥ വന്നതുകൊണ്ടാണ് ഇപ്പോൾ പഴയതുപോലെ ഭക്തർക്ക് എത്താൻ കഴിയാതിരിക്കുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ദേവസ്വം അനാവരണം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുറേ വൃക്ഷത്തൈകളൊക്കെ ക്ഷേത്രത്തിന് ചുറ്റും വെച്ചിരുന്നു. ആ തൈകൾ തന്നെയാണ് അവിടെ വളർന്ന് മരങ്ങളായിട്ട് മാറിയത്. പക്ഷേ അതുകൊണ്ട് തന്നെ ആ വൃക്ഷങ്ങൾക്ക് മണ്ണിലോട്ട് ആഴത്തിൽ വേരോടിയിട്ടുള്ള വൃക്ഷങ്ങളല്ല. അപ്പോൾ ഇനി നിൽക്കുന്ന മരങ്ങളാണേലും അപകടകരമായ അവസ്ഥയിൽ തന്നെ നിൽക്കുകയാണ്. ഇപ്പോഴെങ്കിലും ക്ഷേത്രം സംരക്ഷിച്ചില്ല എങ്കിൽ കൂടുതൽ തകർച്ചയിലേക്ക് ആ ക്ഷേത്രം എത്തിച്ചേരും. അതുകൊണ്ട് ദേവസ്വം ബോർഡും അധികാരികളും പുരാവസ്തു വകുപ്പും എല്ലാം ചേർന്ന് ക്ഷേത്രം സംരക്ഷിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ചരിത്രപരവും പൗരാണിക മൂല്യമുള്ള വിലമതിക്കാൻ ആകാത്ത ഈ കൊട്ടാരം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിന് മുന്നിൽ തന്നെയാണ്. വരും തലമുറയ്ക്ക് മഹാരാജാക്കന്മാരുടെ അവശേഷിപ്പുകൾ കണ്ടറിയുന്നതിന് അധികാരികൾ വേണ്ടത് ചെയ്ത് ഈ കൊട്ടാരം സംരക്ഷിക്കുക.